നമസ്കാരം ഡോക്ടർ. ഇത് 30കളിൽ നിൽക്കുന്ന ഒരു ദമ്പതികളുടെ സംശയമാണ്. രണ്ടുപേർക്കും 30 വയസ്സിൻ്റെ പ്രായമാണുള്ളത്. അവർക്ക് രണ്ടുപേർക്കും നല്ല തടിയുണ്ട്, അത്യാവശ്യം കുടവയറുമുണ്ട്. പൊണ്ണത്തടി കുടവയർ രണ്ടുമുണ്ട്. വിവാഹം കഴിഞ്ഞിട്ട് 3 വർഷമായിട്ടേ ഉള്ളൂ. അപ്പോൾ അവർ കുഞ്ഞിനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഒരു കുട്ടിക്ക് വേണ്ടി ശ്രമിക്കുമ്പോൾ അവർക്ക് തൃപ്തികരമായിട്ട് ബന്ധപ്പെടാൻ കഴിയുന്നില്ല. എന്തെങ്കിലും തരത്തിൽ ഈ ഒരു അവരുടെ ഒരു സെക്ഷൽ കോണ്ടാക്റ്റിൽ അവർക്ക് കുറച്ചുകൂടി തൃപ്തികരമായി ബന്ധപ്പെടാൻ കഴിയുന്ന തരത്തിൽ ഒരു സാഹചര്യം ഉണ്ടാക്കാൻ കഴിയുമോ എന്നുള്ളതാണ് അവർക്കറിയേണ്ടത്. അതായത് പണ്ടൊരാളൊരു ചോദ്യം ചോദിച്ചു, ഡോക്ടറെ മുത്തുമ്പോൾ കുത്തൂല്ല, കുത്തുമ്പം മുത്തൂല്ല. അതൊരു വ്യംഗ്യാർത്ഥത്തിലുള്ള ചോദ്യമാണ്. അപ്പോൾ ഈ ചോദ്യത്തിൽ ശരിക്കു പറഞ്ഞാൽ ഒരുപാട് അർത്ഥം ഒളിഞ്ഞിരിക്കുന്ന ഒരു ചോദ്യമാണത്. അത് നല്ല പൊണ്ണത്തടിയും കുടവയറും ഉണ്ടെങ്കിൽ സെക്സ് ലൈഫ് അല്പം ബുദ്ധിമുട്ട് തന്നെയാണ്. പ്രത്യേകിച്ചും 2 പേർക്കും കുടവയറുണ്ട് എങ്കിൽ അത് പിന്നെ ഒരു പെനട്രേറ്റീവ് സെക്സ് നടക്കുമ്പോൾ ഒരാളെ കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ബുദ്ധിമുട്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് സാധാരണ മിഷണറി പൊസിഷൻ എന്ന് പറയുമ്പോൾ സ്ത്രീ കട്ടിലിൽ മലർന്ന് കിടന്ന് പുരുഷൻ മുകളിൽ നിന്ന് ബന്ധപ്പെടുന്ന രീതി, ആ രീതി കുറച്ച് ബുദ്ധിമുട്ട് തന്നെ ആയിരിക്കും. അപ്പോൾ 2 കാര്യങ്ങളും ഒരേ സമയത്ത്, ഒരു പെനിട്രേറ്റീവ് സെക്സും ഒപ്പം ഒരു കിസ്സിങ്ങും ഒരേ സമയത്ത് നടത്താൻ ബുദ്ധിമുട്ടായിരിക്കും. വളരെയധികം വയറും വണ്ണവും കുറഞ്ഞ കൃശഗാത്രരായ ആൾക്കാരാണെങ്കിൽ ഇതൊക്കെ ഒരേപോലെ നടത്താൻ അവരുടെ ശരീരം ശരിക്ക് ചേർന്നിരിക്കുന്നത് കൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടത്താൻ പറ്റും. അല്ലാത്ത വ്യക്തികളിൽ ഒന്നുകിൽ പുരുഷൻ മുകളിൽ നിന്നിട്ടുള്ള ഒരു മുട്ടിൽ നിന്നുകൊണ്ടുള്ള ഒരു പ്രൊസീജിയറിലേക്ക് പോകേണ്ടി വരും. മുട്ടുകുത്തി നിന്നിട്ട് സ്ത്രീ മിഷണറി പൊസിഷനിൽ കിടന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന രീതിയിലേക്ക് പോകാം. 1. 2, ഒരു മേശ പോലെ ഹൈറ്റുള്ള ഒരു സ്ഥലത്ത്, മേശപ്പുറത്തോ വല്ലോ ആ സ്ത്രീയെ കിടത്തിയിട്ട് പുരുഷൻ താഴെ നിന്നുകൊണ്ട് ബന്ധപ്പെടുന്ന രീതിയാവാം. അങ്ങനെ അവർക്കുചിതമായ ഈ വയറ് തടസ്സമാകാത്ത രീതിയിലുള്ള സെക്ഷൽ പൊസിഷൻസ് അസ്യൂം ചെയ്യുകയാണ് വേണ്ടത്. എങ്കിൽ മാത്രമേ ഒരു ഫുൾ പെനിട്രേഷനും ആ ഒരു സെമൻ്റ് ഡിസ്ചാർജ് ഫുള്ളായിട്ട് ഡെപ്തിലേക്ക് വരികയും ചെയ്യുള്ളൂ. അപ്പോൾ അതിന് പറ്റിയ പൊസിഷൻസ് നിങ്ങൾ അസ്യൂം ചെയ്യുക എന്നുള്ളതാണ് വേണ്ടത്. പിന്നെ മറ്റൊരു കാര്യമുണ്ട്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതല്ല. ഈ പൊണ്ണത്തടി എന്ന് പറയുന്നത് 2 പേരുടെ ആരോഗ്യത്തിന് ഹാനികരമാണ്. നമുക്ക് പറയാൻ എളുപ്പമാണെങ്കിലും കുറയ്ക്കാൻ അത്ര എളുപ്പമല്ല. പക്ഷേ എന്തുകൊണ്ടും ആഹാര നിയന്ത്രണം, ആഹാരത്തിലെ ക്രമീകരണങ്ങൾ, പിന്നെ എക്സർസൈസ് തുടങ്ങിയ രീതികളിലൂടെ 2 പേരുടെയും തടി കുറയ്ക്കാനായിട്ട് മാക്സിമം ശ്രമിക്കുക. അതില്ലെങ്കിൽ ഇപ്പോൾ ഗർഭധാരണത്തിന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണെന്ന് പറഞ്ഞു, 3 വർഷമായി കല്യാണം കഴിച്ചിട്ട് കുട്ടിയായിട്ടില്ല. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം പൊണ്ണത്തടി വരുമ്പോൾ 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, പോളിസിസ്റ്റിക് ഓവറി എന്ന് പറയുന്നൊരു കണ്ടീഷൻ, PCOD എന്ന് പറയുന്നൊരു കണ്ടീഷൻ പൊണ്ണത്തടി ഉള്ളവരിൽ വളരെ കോമൺ ആണ്. പൊണ്ണത്തടി അതിൻ്റെ ഒരു കാരണമാണ്. ഇനി PCOD ഉള്ള ആൾക്കാരിൽ പൊണ്ണത്തടി ഉണ്ടാവാനും കാരണമാകും. അപ്പോൾ ഇതൊരു വിഷ്യസ് സർക്കിളാണ്. ഇങ്ങനെ ഒരു PCOD വന്നു കഴിയുമ്പോൾ ഗർഭധാരണത്തിനും അഥവാ ഗർഭിണിയായാൽ അലസിപ്പോകാനും ഒക്കെയുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഈ തടി കുറയ്ക്കേണ്ടത് ഏറ്റവും ഉത്തമമാണ്. ചിലപ്പോൾ PCOD ഉണ്ടായിരിക്കാം, അത് ഗൈനക്കോളജിസ്റ്റിനെ കണ്ടിട്ട് ഗൈനക്കോളജിസ്റ്റ് പറയുന്ന മെഡിസിൻസ് കഴിക്കുക. ഒപ്പം നിങ്ങളുടെ എക്സർസൈസ്, പിന്നെ ആഹാരത്തിലെ ക്രമീകരണം, ഇത്തരം കാര്യങ്ങളിലൂടെ ഈ വെയിറ്റ് കുറയ്ക്കുക തന്നെയാണ് ഏറ്റവും അഭികാമ്യം. പിന്നെ അത് പറ്റാത്തവർക്കോ അത് ചെയ്തിട്ട് ഫലിക്കാത്തവർക്കോ ആണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പർട്ടിക്കുലർ സ്പെസിഫിക് ആയിട്ട് അവർക്ക് അനുയോജ്യമായ സെക്ഷൽ പൊസിഷൻസ് അസ്യൂം ചെയ്യുക. അതിനുള്ള ചില ഉദാഹരണങ്ങളാണ് ഞാൻ മുൻപ് പറഞ്ഞത്. ഇതൊക്കെയാണ് അതിനുള്ള മാർഗങ്ങൾ. അപ്പോൾ അവരുടെ ഒരു പ്രശ്നത്തിന് പരിഹാരം എന്ന് പറയുന്നത് അന്വേഷിപ്പിൻ കണ്ടെത്തും എന്നുള്ളത് തന്നെയാണ് ചുരുങ്ങിയ വാക്കിൽ. അത് അന്വേഷിക്കേണ്ടതും അവർക്ക് അനുയോജ്യമായൊരു കാര്യങ്ങളിലേക്ക് എത്തേണ്ടതും അവർ തന്നെയാണ്, അല്ലേ ഡോക്ടർ? കാരണം അതൊരു ഉപദേശത്തിലൂടെ മാത്രം സാധ്യമാകുന്നൊരു കാര്യമല്ല. പക്ഷേ നല്ലൊരു ചോദ്യമായിരുന്നു. കാരണം ഇത്തരത്തിൽ ഉള്ള ഒരു പ്രശ്നം അനുഭവിക്കുന്ന പലരുമുണ്ട്.
അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾക്ക് കൂടി ഒരു ഐ ഓപ്പണർ ആയിരിക്കട്ടെ. ഡോക്ടർ പറഞ്ഞ ഉത്തരത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആ ഒരു സ്ത്രീ പൊണ്ണത്തടി ഉണ്ടെങ്കിൽ അവർക്കുണ്ടാകാൻ സാധ്യതയുള്ള കോംപ്ലിക്കേഷൻ അടക്കമുള്ള കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. മറ്റൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. നന്ദി, നമസ്കാരം.